തെക്കുകിഴക്കൻ ഏഷ്യയിലെ സമുദ്രമേഖലയിൽ ഉണ്ടാകുന്ന ചില ഭീഷണികൾ, അതുപോലെ തന്നെ സമുദ്രമേഖലയിൽ നിരീക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിക്കൂടി വരുന്നു. ഇൻഡോ പസഫിക് മേഖലയിലടക്കം ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കാനായിട്ട് ഇന്ത്യ കൂടുതൽ യുദ്ധക്കപ്പലുകളെ അങ്ങോട്ടേക്ക് നിയോഗിച്ചു. ഇപ്പോൾ 3 യുദ്ധക്കപ്പലുകൾ ഫിലിപ്പൈൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. മനിലയിൽ നടക്കുന്ന സംയുക്ത നാവിക അഭ്യാസ പ്രകടനത്തിലൊക്കെ പങ്കെടുക്കുമെന്നും പറയുന്നു. ഇന്ത്യയെ പോലെ തന്നെയുള്ള രാജ്യമാണ് ഫിലിപ്പൈൻസ്. നമ്മുടെ സമുദ്ര മേഖല എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, ഭീഷണികളുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഫിലിപ്പൈൻസും. അപ്പോൾ അവിടേക്ക് നമ്മൾ യുദ്ധക്കപ്പലുകൾ അയച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാവികസേനയുമായിട്ടുള്ള സംയുക്ത സഹകരണം വേണം. ഒപ്പം സമുദ്രമേഖലയിൽ കൃത്യമായ നിരീക്ഷണം വേണം. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ, ചൈനയുടെ സാന്നിധ്യം ഇൻഡോ പസഫിക് മേഖലയിൽ ശക്തമായി വരുന്ന ഒരു സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് ഉറ്റുനോക്കുന്നു. ആ സമയത്ത് നമ്മുടെ 3 യുദ്ധക്കപ്പലുകൾ ഫിലിപ്പൈൻസിലേക്ക് പോകുന്നു. ഒരു യുദ്ധക്കപ്പൽ സിംഗപ്പൂരിലേക്ക് പോകുന്നു. സിംഗപ്പൂരിൽ സിംബക്സ് എന്ന് പറയുന്ന ഒരു നാവിക അഭ്യാസ പ്രകടനം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ 32ാമത് എഡിഷനാണെന്ന് പറയാം. അപ്പോൾ ദ്വിരാഷ്ട്ര നാവിക അഭ്യാസ പ്രകടനത്തിലേക്ക് ഇന്ത്യ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചൈനയുടെ നിലപാട് ഒരു അഗ്രസീവ് നിലപാടാണ്. അതായത് നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്, ഒന്ന് പ്രകോപനപരമായ നിലപാടൊക്കെ സ്വീകരിക്കും. അതിനുള്ള കൃത്യമായ മറുപടി എന്ന നിലയിലാണ് നമ്മൾ യുദ്ധക്കപ്പൽ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. അപ്പം 2 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം, പരസ്പര ബന്ധത്തിലൂന്നിയുള്ള വികസനം, ഇനി കടൽ മേഖലയിലുള്ള നിരീക്ഷണം, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ശക്തിപ്പെടുത്താനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം ഇന്ത്യൻ നേവിയും റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂരും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദ്വിരാഷ്ട്ര നാവിക അഭ്യാസ പ്രകടനം നടത്തുന്നു. ഇതാണ് സിംബക്സ് എന്ന പേരിൽ നടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 32ാമത്തെ തവണയാണ് ഇത്തരമൊരു അഭ്യാസ പ്രകടനം നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ INS സത്പുര അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ 3 യുദ്ധക്കപ്പലുകളാണ് ഫിലിപ്പൈൻസിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതായത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ INS ഡൽഹി, ആൻറ്റി സബ്മറൈൻ കൺവേർട്ടായ INS കിൽട്ടൺ, ഫ്ലീറ്റ് ടാങ്കറായ INS ശക്തി, ഈ 3 യുദ്ധക്കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുന്നു. അവിടെ വന്നപ്പോൾ തന്നെ ഈ പറയുന്ന ഫിലിപ്പൈൻസ് സർക്കാർ പറയുന്നത്, ഞങ്ങളുമായിട്ട് ഇന്ത്യ കൂടുതൽ സൈനിക സഹകരണം ശക്തിപ്പെടുത്താനായിട്ട് പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കടലിൽ ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഫിലിപ്പൈൻസ് അമേരിക്കയുമായിട്ട്, കാനഡയുമായിട്ട്, ഓസ്ട്രേലിയയുമായിട്ട്, ജപ്പാനുമായിട്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പട്രോളിംഗ് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമായിട്ട് വരുന്നു. കാരണം 2022 ജനുവരിയിൽ ഫിലിപ്പൈൻസ് നമ്മുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ഈ യുദ്ധവേദ കപ്പൽ, അതായത് കപ്പലുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മിസൈലാണ് വാങ്ങി. ഇതിന് ശേഷം ഇത്തരത്തിലുള്ള ആയുധത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എത്രത്തോളമാണെന്നും ആസിയാൻ രാജ്യങ്ങളായ വിയറ്റ്നാമും ഫിലിപ്പൈൻസും ഒക്കെ മനസ്സിലാക്കിയിരുന്നു. അതായത് $375 മില്യൺ കരാറാണ് ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിൽ അന്ന് ഒപ്പുവെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറയുന്ന ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലൊക്കെ അവർക്ക് നൽകിയിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ആസിയാൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ നമ്മളുമായിട്ട് കൂടുതൽ സൈനിക സഹകരണത്തിന് ബന്ധപ്പെടാനായിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചു. അവർക്ക് വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, അതുപോലെ തന്നെ ഡ്രോൺസ്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ വേണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ ഡ്രോൺസിനെയും മിസൈലിനെയും ഒക്കെ തകർത്തത് നമ്മുടെ ആകാശ് എന്ന് പറയുന്ന തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഏതാണ്ട് 25 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ മുഴുവൻ തകർത്തെറിയാനായിട്ട് ആകാശിന് കഴിയും. അപ്പോൾ ഇവരുടെ അടുത്ത ലക്ഷ്യം ആകാശ് വേണമെന്നാണ്. അത്തരത്തിലുള്ളൊരു നീക്കങ്ങളിലേക്ക് നടക്കുന്നു. അപ്പം 3 വാർഷിപ്പുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഈസ്റ്റേൺ ഫ്ലീറ്റ് കമാൻഡർ അഡ്മിറൽ സുശീൽ മേനോൻ പറയുന്നത്, ഇപ്പോൾ പ്രാദേശികമായ സുരക്ഷയാണ് ഞങ്ങളുടെ പൊതു ലക്ഷ്യം, അതായത് ഫിലിപ്പൈൻസുമായിട്ടുള്ള ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യുദ്ധക്കപ്പലുകളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇൻഡോ പസഫിക് മേഖലയിൽ, അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ ചൈന മേഖലയിലൊക്കെ തന്നെ ഈ ചൈനയുടെ അന്തർവാഹിനികൾ, കപ്പലുകളൊക്കെ അവിടെ സാന്നിധ്യം ഉറപ്പിക്കാറുണ്ട്. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പോലും ഭീഷണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ മേഖലയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ പരസ്പരമുള്ള ആശയവിനിമയ പ്രോട്ടോകോൾ
അതുപോലെ തന്നെ അഭ്യാസ പ്രകടനവുമായി ബന്ധപ്പെട്ട സഹകരണം ഇതൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ 3 യുദ്ധക്കപ്പലുകൾ അങ്ങോട്ടേക്ക് നീങ്ങുന്നു. അതിനൊപ്പം തന്നെ INS സത്പുര സിംഗപ്പൂർ ആർമിയുമായിട്ട് അല്ലെങ്കിൽ സിംഗപ്പൂർ നേവിയുമായിട്ട് ചേർന്ന് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു. അങ്ങനെ ഈ സമുദ്ര മേഖലയിൽ നമ്മൾ ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് കൃത്യമായ ലക്ഷ്യമാണ്. ഇത് കൂടാതെ നമ്മൾ സ്വന്തമായിട്ട് ഏറ്റവും വലിയ ഒരു യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ്. അതായത് പ്രൊജക്ട് 18 എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും തീരുമാനം എടുത്തു കഴിഞ്ഞു. 2028 അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാകും. 2030 ഈ യുദ്ധക്കപ്പലിൻ്റെ നിർമ്മാണം അടക്കം പൂർത്തിയാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് 144 മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന യുദ്ധക്കപ്പലുകൾ. അപ്പം നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട്. അതായത് നമ്മൾ 2030 ആകുമ്പോഴേക്കും ഏതാണ്ട് 180ഓളം യുദ്ധക്കപ്പലുകളുള്ള ഒരു രാജ്യം എന്ന നിലയിലേക്ക് എത്തിച്ചേരണം. അപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മൾ നടക്കുന്നുണ്ട്. എന്തായാലും വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾ, ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായ അഗ്രസീവായ ബിഹേവിയർ, ഇതെല്ലാം തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കുള്ള നമ്മുടെ നാവിക നിരീക്ഷണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല ഇന്ത്യയിലെ 3 ഷിപ്പുകൾ ഇപ്പോൾ മനിലയിലെത്തിയിട്ടുണ്ട്. മനിലയിലെത്തിയതിന് ശേഷം ഈ പറയുന്ന ഫിലിപ്പൈൻസുമായിട്ട് ചേർന്ന് ചില അഭ്യാസ പ്രകടനങ്ങൾക്ക് നടത്താനായിട്ട് സാധ്യതയുണ്ട്. കാരണം തന്ത്രപ്രധാനമായ ജലാശയങ്ങളിലൊക്കെ തന്നെ ചൈന അവരുടെ നേവിയെ വിന്യസിച്ചുകൊണ്ട് അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത് കൃത്യമായിട്ട് കണ്ടറിഞ്ഞാണ് ഇന്ത്യയും ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ ജലാശയങ്ങളിലേക്ക് നമ്മുടെ യുദ്ധക്കപ്പലുകളെ അയച്ചിരിക്കുന്നത്. അപ്പം സമാന ചിന്താഗതിയുള്ള ഫിലിപ്പൈൻസുമായിട്ട് ചേർന്ന് സമുദ്രസേനകൾക്കിടയിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു സഹകരണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ ഭീഷണിയെ നമ്മൾ അത്ര കണ്ട് പേടിക്കുന്നില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ സമുദ്രത്തിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ, പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ, സൗഹൃദം, ധാരണ, വിശ്വാസം, സഹകരണം ഇതെല്ലാം തന്നെ മെച്ചപ്പെടുത്താനായിട്ട് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിലിപ്പൈൻസിന് നമ്മൾ ഈ ബ്രഹ്മോസ് നൽകിയതിന് ശേഷമാണ് ഇന്തോനേഷ്യയും അതുപോലെ തന്നെ വിയറ്റ്നാമും ഉൾപ്പെടെയുള്ള ആസിയൻ രാജ്യങ്ങൾ നമ്മളുടെ അടുത്ത് ഈ ബ്രഹ്മോസിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ വേണമെന്ന് പറഞ്ഞ് ആവശ്യം ഉന്നയിച്ച് വന്നേക്കുന്നത്. അപ്പം ആയുധ കയറ്റുമതിയുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഉടൻ തന്നെ ഏതാണ്ട് ഫിലിപ്പൈൻസിൻ്റെ രാഷ്ട്രത്തലവൻ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് വളരെ ഒരാഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിലേക്ക് എത്തും. എത്തുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് ആ പരസ്പര ബന്ധവും സഹകരണവും ഊട്ടി ഉറപ്പിക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇനി ഈ എക്സസൈസ് സിംബക്സ് എന്ന് പറയുന്നത് വിപുലമായ നാവിക അഭ്യാസ പ്രവർത്തനങ്ങളുടെ ഒരു ശ്രേണി തന്നെയായിരിക്കും സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല വ്യോമ പ്രതിരോധ അഭ്യാസം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിൻ്റെ പ്രകടനം നടത്തും. സങ്കീർണമായ മാനുവറിംഗ് ഡ്രിൽസ്, കൃത്യമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്ന പരിശീലന പരിപാടി, അതുപോലെ തന്നെ സന്ദർശനം, ബോർഡ്, തിരയൽ, പിടിച്ചെടുക്കൽ എന്നിവ ഉൾപ്പെടുന്ന VBBS എന്നിവയിലുള്ള സംയുക്ത അഭ്യാസ പ്രകടനങ്ങൾ ഇവയെല്ലാം നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഒരു വശത്ത് നമ്മൾ സിംഗപ്പൂർ ആർമിയുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ സിംഗപ്പൂർ നേവിയുമായിട്ട് ചേർന്ന് അവിടുത്തെ ദ്വിരാഷ്ട്ര നാവിക അഭ്യാസ പ്രകടനം നടത്തുന്നു. മറുവശത്ത് ഫിലിപ്പൈൻസിലെ മനിലയിലേക്ക് എത്തിക്കൊണ്ട് നമ്മുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ, അതുപോലെ തന്നെ ഫ്ലീറ്റ് ടാങ്കർ ആയ INS ശക്തി എന്നിവയെ വിന്യസിച്ചുകൊണ്ട് ചൈനയുടെ ഭീഷണി നേരിടുന്നു. അപ്പം ചൈനയുടെ യുദ്ധക്കപ്പലുകൾ, മുങ്ങിക്കപ്പലുകളൊക്കെ തന്നെ ഈ ഇൻഡോ പസഫിക് മേഖലയിലും ചൈനീസ് കടലിലും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പം നമ്മുടെ ഈ യുദ്ധക്കപ്പലുകളിലൂടെ എത്തിയ സാഹചര്യത്തിൽ ചൈനയെ വളഞ്ഞു പിടിക്കുകയാണോ നമ്മൾ എന്നൊരു സംശയം തോന്നാം. പക്ഷേ ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. അപ്പം ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ 4 എണ്ണം അങ്ങോട്ടേക്ക് പോകുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യവും ചില രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശവുമുണ്ട്. ഈ പറയുന്നത് ഈ 3 യുദ്ധക്കപ്പലുകളുടെയും ചുമതല വഹിക്കുന്ന സുശീൽ മേനോൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ പോലെയുള്ള യുദ്ധക്കപ്പലുമായിട്ട് നമ്മൾ രംഗത്തേക്ക് ഇറങ്ങുന്നത് ചൈനീസ് ഭീഷണിയെ നേരിടാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 കപ്പലുകളുടെയും രംഗപ്രവേശം ഏതാണ്ട് ചൈനയെ വളയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ലെന്നും നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.